വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്മരണിക പ്രകാശനം ചെയ്തു. വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വീണ്ടും എന്ന പേരിൽ സ്മരണിക പ്രകാശനം ചെയ്തു. 2000 ഓഗസ്റ്റ് 9-നാണ് വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ക്ലാസുകൾ ആരംഭിച്ചത്. 2024-25 വർഷത്തിൽ വ്യത്യസ്തമായ സിൽവർ ജൂബിലി ആഘോഷങ്ങളും വീണ്ടും എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമവും സംഘടിപ്പിച്ചു. ഈ ആഘോഷ പരിപാടികളാണ് വീണ്ടും എന്ന സ്മരണയ്ക്ക് പ്രേരകമായത്. സ്കൂൾ മാനേജർ KC ശശികുമാർ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മാഗസിൻ പ്രകാശനം ചെയ്തു. 2001-3 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളായ P വൈശാഖൻ, മുഹമ്മദ് ഷാൻസി P എന്നിവർ മാഗസിൻ ഏറ്റുവാങ്ങി. ആരംഭിച്ച +1 25 വർഷം പിന്നിടുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു വർഷം നീണ്ടിരിക്കുന്ന അതിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾ നമ്മൾ ഒരു വർഷം നടത്തി അതിൻ്റെ സമാപന ആയിട്ടുള്ള പരിപാടിയാണ് ഒരു സ്മരണിക പ്രകാശനം. നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിലാണ് കാര്യം കരോഗത്തിന് കാര്യമായിട്ടുള്ള സപ്പോർട്ട് നൽകാൻ സാധിച്ചില്ലെങ്കിൽ പോലും സ്റ്റാഫും പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട നല്ലൊരു ടീം ഈ കാര്യം നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഈ വീണ്ടും എന്നുള്ള പരിപാടി 700-800 പേര് പങ്കെടുത്ത പരിപാടി നല്ല രീതിയിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. അതിൽ മുൻകൈയെടുത്ത അശ്വിന്, അതുപോലെ തന്നെ വൈശാഖ്, എല്ലാവരും എനിക്കറിയില്ല, എനിക്കുള്ള 2-3 പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ടീം നല്ല രീതിയിൽ വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീണ്ടും എന്നുള്ള പരിപാടി ഏറ്റവും നല്ല രീതിയിൽ ആക്കാൻ സാധിച്ചത്. കരയോഗം പ്രസിഡന്റ് CP ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 25ാമത് വാർഷിക സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ പരിപാടി നമ്മൾ ഉദ്ദേശിച്ചത്ര നല്ല രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ നമുക്ക് കുറച്ചുകൂടി മുൻതൂക്കം നിൽക്കുന്നത് നമ്മുടെ 115 വർഷം കഴിഞ്ഞ് കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളാണ്. ആ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ അതാണ് അത്യാവശ്യം എന്ന് നമ്മുടെ കരയോഗത്തിൻ്റെ കമ്മിറ്റിയും അതേമാതിരി സ്കൂൾ കമ്മിറ്റിയും മാനേജ്മെൻറ്റും എല്ലാം തന്നെ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കൂടെ നമ്മൾ അതിലേക്ക് മുൻകൂട്ടി രംഗത്തിറങ്ങുകയും അതിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഈ അവസരം ആ സമയത്ത് ആണ് നമ്മുടെ സിൽവർ ജൂബിലി 25ാമത്തെ വർഷം വരുന്നത്. ആ സമയത്ത് നമുക്ക് ഇതിൽ കൂടുതൽ ബന്ധപ്പെടാനോ അതേമാതിരി നമ്മുടെ ജീവനക്കാർ, അധ്യാപകർ, മറ്റ് ഉള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഇത് വലിയ പ്രൗഢിയായിട്ട് നടത്താൻ ഉള്ള അവസരങ്ങൾ അവർക്ക് ഞങ്ങൾക്കെല്ലാം തന്നെ കരയോഗം കമ്മിറ്റി അംഗങ്ങൾക്ക് ഇതിൽ കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഒന്നിനും പുറകിലല്ല എന്ന് വരുത്തി തീർക്കാനുള്ളൊരു രീതിയിൽ കൂടെ നമ്മുടെ എല്ലാവരുടെയും ഉള്ള സമയം വച്ച് ഉള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെച്ചതുകൊണ്ട് നമുക്ക് ഇന്നിപ്പോൾ ഈ നിലയിലാണെങ്കിലും ചെറിയ തോതിൽ ഈ പരിപാടി നമുക്ക് നടത്താൻ സാധിച്ചു. 2023-25, 24-26, 25-27 എന്നിങ്ങനെ 3 ബാച്ചുകളിലെ 500ഓളം കുട്ടികൾ മാഗസിൻ ഏറ്റുവാങ്ങി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും എഡിറ്ററും സംവിധായകനുമായ അശ്വിൻ കൃഷ്ണ ഡിസൈൻ ചെയ്ത മാഗസിൻ്റെ കവർ ചിത്രം തയ്യാറാക്കിയത് പൂർവ്വ വിദ്യാർത്ഥിയും ശാലയും സ്കൂളിലെ അധ്യാപകനുമായ അനൂപ് CA ആണ്. 1191ാമത് NSS കരയോഗം, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി, PTA കമ്മിറ്റി, 25 വർഷക്കാലം സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ ഇവരുടെയൊക്കെ കൂട്ടായ്മയിലാണ് സിൽവർ ജൂബിലി ആഘോഷവും സ്മരണിക പ്രകാശനവും നടന്നത്. പ്രിൻസിപ്പൽ NR അജിത്, സ്റ്റാഫ് പ്രതിനിധി ബീനാജി നായർ, രാജേഷ് B കർത്ത, സൂരജ D എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. വീണ്ടും എന്ന പേരിൽ നമ്മൾ ഏതാണ്ട് 20 വർഷത്തോളം 20 വർഷം നമ്മുടെ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ മികവാർന്ന രീതിയിൽ സംഘാടനത്തിൻ്റെ ആസൂത്രണത്തിൻ്റെ എല്ലാ കഴിവുകളും വിളിച്ചു പോകുന്ന രീതിയിൽ ഒരു മഹാസംഗമം സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു 25 വർഷം പൂർത്തിയാവുന്ന വേളയിൽ ഒരു സ്മരണിക തയ്യാറാക്കുക എന്നുള്ളത്. അതിൻ്റെ തയ്യാറാക്കൽ എന്ന് പറയുന്നത് കേവലം ഒരു മാസം നമ്മൾ കയ്യിൽ കിട്ടുന്നു
എന്ന രീതിയിൽ ചുരുക്കിക്കാണാൻ നമുക്ക് ആഗ്രഹം. ഒട്ടനവധി പേരുടെ അധ്വാനവും അവരുടെ ചിന്തയും അവരുടെ വിയർപ്പും അവരുടെ എല്ലാ തരത്തിലുള്ള അധ്വാനവും നമുക്ക് പിന്നിൽ കാണേണ്ടതുണ്ട്. ഇതിൻ്റെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കരയോഗം നല്ല രീതിയിലുള്ള പിന്തുണ, നമ്മുടെ മാനേജ്മെൻറ്റ് നല്ല രീതിയിലുള്ള പിന്തുണ ഇതിൻ്റെ ധനസമാഹരണമായിട്ടുള്ള പ്രയത്നവേളയിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തൊട്ടടുത്തുള്ള ഒട്ടനവധി വിദ്യാഭ്യാസ വ്യവസായ വാണിജ്യ സ്ഥാപനം നമ്മോട് സഹകരിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ടാണ് ഏതാണ്ട് 6 മാസത്തിൽ കൂടുതൽ ഇതിൻ്റെ സൃഷ്ടികൾ ശേഖരിക്കൽ മുതൽ ഇതിൻ്റെ ലേഔട്ട് മുതലുള്ള മുഴുവൻ കാര്യങ്ങളിലും പങ്കാളികളായിട്ടുള്ള ഒട്ടനവധി ആളുകളുടെ അധ്വാനം എന്ന് പറയുന്നത്. PTA വൈസ് പ്രസിഡന്റ് സുഭാഷ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ G. അനന്തകുമാർ, മുൻ പ്രിൻസിപ്പൽ G. കല, പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ P. വൈശാഖൻ, പൂർവ്വ വിദ്യാർത്ഥി മൻഷാദ് എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.